യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ മാറാവട്ടെ. ഇന്ന് പ്രാരംഭമായി നമുക്ക് പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഇപ്പോൾ ശിവഭാഷ വായിക്കുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കും. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എവിടെ ഇരിക്കേണ്ടത്? ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. ബാക്കി പൂർത്തിയായി. അപ്പം ഉയരണമെന്ന ആഗ്രഹമുണ്ടോ? എനിക്കൊരാഗ്രഹമില്ല. അങ്ങനെയുള്ളവരെ ഈ വചനം കേൾക്കരുത് നമ്മുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. നിത്യത നിനക്ക് നിശ്ചയമായി കിട്ടും. നീ ക്രിസ്തുവിനെ ശരിയാക്കണം അറിഞ്ഞു കേട്ടോ. ഇപ്പൊ ക്രിസ്തുവിനെ പറയുമ്പോൾ അതിനകത്ത് ഭൗതിക വിഷയങ്ങളുണ്ട്, ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല. നിന്റെ ജീവനിൽ ഭക്തിക്ക് വേണ്ടി സകലമായ ഒരുക്കി തരും. അതല്ല ആത്മീയമായ ഫലത്തെ പറ്റി മാത്രമാണ്. അങ്ങനല്ല. നീ മുറിവേറ്റപ്പെടാതിരിക്കേണ്ടതിന്, നീ രോഗിയാകാതിരിക്കേണ്ടതിന്, നിന്റെ രോഗബന്ധത്തിൽ സ്വാതന്ത്ര്യം വരേണ്ടതിന്, നിനക്ക് ശാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകേണ്ടതിന്, ശാപത്തെയും രോഗത്തെയും പാപത്തെയും എല്ലാം നിനക്ക് വേണ്ടി ഒരുവൻ ഏറ്റെടുത്തു. അത് ഭൗതിക വിഷയങ്ങളല്ലേ, ഭൗതിക മണ്ഡലങ്ങളുടെ വസ്തുതകളല്ലേ ഞാൻ ഈ പറഞ്ഞത്. By his stripes I am healed. അവന്റെ അടിപ്പിഴലാണ് ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. അത് ഭൗതിക മണ്ഡലമല്ലേ. നിന്റെ ദേഹി ആത്മാവ് മൂന്നും സ്വസ്ഥമായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ 3 മണ്ഡലങ്ങളിൽ ഒരു ഉയർച്ച ഉദിക്കുന്നതാണ്. എവിടെ ഇരിക്കണം അറിയാവും? ബലമുള്ള കൈകീഴിൽ താണിരിക്കണം. അങ്ങനെ താഴെ നിന്നാൽ അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം ജോസഫ് വായിക്കുന്നതാണ്. ലൂക്കോസ് 12:7 നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കും. ഭയപ്പെടേണ്ട. ഏറിയ ഗുരുവിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരത്രേ. ഒരാമേ പറയണം. കുറച്ചുകൂടെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന് 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ഓരോ ഭാഗമായിട്ട് പറയുന്നില്ല. ശ്രദ്ധയോടെ ആയിരിക്കും നമ്മുടെ സമയം പരിമിതികളുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് വായിക്കുന്നതായിരിക്കും. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം അറിയാത്ത ഒരു സംഭവമില്ലെന്ന് അറിയാം. ഏത് ചലനങ്ങളെയും അതിന്റെ പിന്നിൽ ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ പറഞ്ഞത് അതിനെപ്പറ്റി പറഞ്ഞു. കുരികിലിനെ പറ്റി അതിനെപ്പറ്റിയല്ലേ നമ്മൾ ലൂക്കോസ് 12:7 പറഞ്ഞു. അവിടെ പറയുന്നത് നിങ്ങളുടെ തലമുടിയിലെ തലമുടി വരെയെല്ലാം എഴുതി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ലൂക്കോസ് 12:7 വായിച്ച ആ ഭാഗം തന്നെയാണ് കാണുന്നത്. ആകയാൽ ഭയപ്പെടേണ്ട.
ഏറിയ കുരുവിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരത്രേ. മനസ്സിലാവുന്നത്? ഈ പക്ഷികളെ പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവജാലമല്ല, അതിനേക്കാളും വിശേഷത എന്നുള്ള ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ആ ഇമേജിൽ ആയിരിക്കുന്ന മനുഷ്യൻ വിശേഷതയുള്ളവൻ അത്രയും. പൂർത്തിയായോ ആ വീഡിയോ? ഇപ്പൊ ഞാൻ എന്റെ 3 മക്കളിൽ ക്ലാസ്സിലെ 3 മക്കളാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ മൂത്തവന് കഴിഞ്ഞ് വർഷം കഴിഞ്ഞാണ് ഇളവുണ്ടാകുന്നത്. നല്ല പ്രായവ്യത്യാസം. അപ്പം ഈ 3 കുഞ്ഞുങ്ങളില് ആരോട് ഇഷ്ടത്തിനെ ചുറ്റിപ്പോകും. പക്ഷേ അവിടെ ഇച്ചിരി ഇഷ്ടം കൂടുതൽ ബ്രേസിലുണ്ട്. അത് പലർക്കും അറിയാം. അവർക്കത് കേൾപ്പിച്ച് ഭാഷകളൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം അവരോടാണ് എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് മോളെന്നതിന് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, അവരെ പെട്ടെന്ന് അവരോട് ഇഷ്ടം. പക്ഷേ അതിനുപരി അവർക്ക് ഇഷ്ടമാണ് ബ്രേസിലുണ്ട്. അപ്പം ബ്രേസ് വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, എന്തെങ്കിലും സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്നു, അവന്റെ മൂർധാവിൽ ചുംബിക്കുന്നു, അവനെ കൈകൊടുക്കുന്നു. പല ഘട്ടങ്ങളുണ്ട്. അവന്റെ മുഖത്ത് ഒരു മാനതയുണ്ടായാൽ ഞാൻ മനസ്സിലാക്കും. അവന്റെ സങ്കടങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ കഥാപാത്രമാണ്. പക്ഷേ ഇന്ന് വരെ അവരുടെ കാലത്ത് എത്ര കൂടിയുണ്ടെന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയത്തില്ല. ഞാൻ എണ്ണിട്ടില്ല. എന്നാൽ അതുവരെ തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വശങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് പരിശുദ്ധമായ ദാനത്തെ എത്രയും കൊടുക്കും. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് എത്രയും കൊടുക്കും നമുക്ക് സാധനം. എന്തിനെ കൊടുക്കുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാൽ പരിശുദ്ധമാകുന്ന ഞാൻ വീട്ടിൽ നിന്ന് പാസ്പോർട്ട് ബസ്സിനോട് ഓടിക്കും. അപ്പൊ ബസ്സിനെ പറയണം അപ്പടെ കാശില്ലായിരിക്കും പറയണം. അങ്ങോട്ട് പറഞ്ഞ് ബസ്സിലേക്ക് തള്ളി ഓടി വന്നു പറയണം. അപ്പൊ എനിക്ക് എന്റെ സ്ഥാനം വാങ്ങിച്ചോണ്ട് വരണം. നീ എത്ര ചോദിച്ചു നിനക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ കുറ്റിയാട്ടി കൊടുക്കുന്നുവെങ്കിൽ കണ്ടുപിടിക്കുന്ന അയൽവാസായി വ്യക്തികൾ ഇവർ പറയുന്നതാണ് സ്വന്തം കുട്ടിയെ ശ്രദ്ധിക്കാൻ തല്ലിയാണ്. അങ്ങനെയൊക്കെ അനുഭവങ്ങളെ കടന്നുപോയവരൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റ ചോദ്യത്തിന് ഒറ്റയാടി പിന്നെ ചോദിക്കുന്നു ഇല്ല. അത് നല്ലവനായ അപ്പന്റെ ലക്ഷണമാണ്. ആ വ്യക്തിയെ ഒരു നല്ലവനായ അപ്പനെ ആരും പറയുന്നത്. അവിടെ ആ പേര് ഞാൻ നോക്കട്ടെ. ഇപ്പൊ ബസ്സിനെ പറയാം, ബസ്സിലേക്ക് എന്റെ ഉള്ളങ്ങളിൽ അറിയാമെന്ന് പറയാം. അപ്പൊ വേണ്ട പക്ഷേ ആ ഉള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ അവിടെ മിച്ചൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് കൊണ്ട് കൊടുക്കും. എന്നാൽ ചില കാര്യങ്ങളെ ബോധ്യപ്പെടും. പക്ഷേ അവർക്ക് തിന്നാൻ പാടില്ലാത്ത അല്ലെ അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു സാധനങ്ങൾ ഡിമാൻഡ് ചെയ്തെങ്കിൽ ഞാൻ കൊടുക്കുന്നു. അയ്യോ ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ലല്ലോ. നീ ചോദിക്കുന്നത് ദൈവഹിതപ്രകാരമാണെന്ന് നീ നോക്കേണ്ട ആവശ്യമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ജീവജാലത്തിൽ പക്ഷിപ്പനി വ്യാപകമാണ്. പക്ഷികളെ കൊണ്ടിരിക്കുക നമ്മുടെ ഏരിയ വന്നു ചിന്തിക്കുക, വരാതിരിക്കട്ടെ വന്ന് ചിന്തിക്കുക. അല്ലെ പ്രത്യേകമായ രോഗങ്ങൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ പക്ഷികളുടെ അല്ലെങ്കിൽ കോഴിയൊക്കെ വാങ്ങിച്ച് കറി വെക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളാൻ ഒരു നിർദ്ദേശമുണ്ട്. അത് കടന്ന് നടച്ചേക്കും. അപ്പൊ ഇവിടുത്തെ വ്യവസായത്തിലാണ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെച്ച് ചർച്ച ചെയ്യുന്നത് ഒതുക്കത്തിൽ കച്ചവടം ചെയ്യും. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ കോഴിയെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്റെ ഭാര്യ പറയുക, നീ അരിയിട്ട് കറി വെച്ച് പിള്ളേർക്ക് അവിടുത്തെ പറയും എവിടേക്ക് വാങ്ങിച്ചു. ഇപ്പൊ കളറിൽ അടവല്ലേ, കളറിൽ അടവാണ്. ഒരാളുടെ രഹസ്യമായി കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ ദോഷം വരുത്തില്ലേ, നമുക്കതിനെ പ്രശ്നം വരുത്തില്ലേ. നീ കഴിച്ചു ഒരു കുഴപ്പമില്ല, വളരെ
100 രൂപയുടെ സാധനം 20 രൂപയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ തരുന്ന മുഴുവനല്ല എന്റെ ദൈവം. നിനക്ക് ദോഷമായത് നിന്റെ ജീവിതത്തിൽ തരുത്തില്ല. നല്ലത് മാത്രം തരുവാൻ അറിയുന്നവൻ അവന്റെ കൈക്കീഴിൽ നിങ്ങൾ താഴ്ന്നാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. റോമൻസ് 8-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 8:26 വായിച്ചാൽ. റോമൻസ് 8-ാം അധ്യായത്തിൽ 26 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണനിൽക്കും. എതിരെ ചാടി എതിരെ കൈയടി ചാടാൻ ലോകത്താർ കൂടിയിട്ടത് ലോകത്താർക്ക് വളർത്താനായിട്ട് തോന്നുന്നത് അല്ലേ? അതായത് ഞാൻ ഈ വിശ്വാസത്തിലൂടെ കടന്നു വരുമ്പോൾ പക്ഷെ എനിക്കൊരു നീണ്ടുണ്ടായിരുന്നു, ഒരു ആവശ്യകതയുണ്ടായിരുന്നു, ഒരു അത്യാവശ്യം, ഒരു നെസസിറ്റി. എന്റെ മേൽ എനിക്കൊരു കാര്യം നടത്തിയെടുക്കേണ്ട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ കാണാനിരിക്കുന്നത്. എനിക്കതിനോട് ഇഷ്ടമായിട്ടല്ല, പക്ഷേ പിന്നീട് അത് ഇഷ്ടമായി മാറും. അതില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആരാധനയെ കളിയാക്കി ആരാധന പുതിയതായി മാറി. 5 വർഷം കൊണ്ട് തുള്ളിച്ച് നടന്ന പോലെ അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ കമന്റുകൾ വരും. പുതിയൊരു ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു എത്രയും പറയാമെന്ന് എന്റെ അനുഭവത്തോടെ എത്രയും പറയാൻ പറഞ്ഞു. അത്രത്തോളം ദൈവം ഉപയോഗിച്ചു. നമ്മളൊക്കെ വായിച്ച നമ്മുടെ ബലഹീനതകൾക്ക് എന്ത് ചെയ്യുന്നു? തുറന്നു നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞു. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഉടനെ നടപടിയെടുക്കും. വേദനകൾ പറയുന്നത് ഏതെങ്കിലും ഉയർന്ന തലത്ത് നിൽക്കുന്നതാണ്. നിന്നെ ഒരു ശക്തിക്ക് പോകാൻ കഴിയുന്നു. നിന്നെ ഇല്ലായ്മ ചെയ്ത് നിന്നെ ഒതുക്കിക്കളയാൻ നിന്നെ ആരെങ്കിലും പഠിക്കാനൊക്കെ ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ യേശുവയുടെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക, അതിനെ റിബ്യൂക്ക് ചെയ്യുക, ശാസ്ത്രത്തിൽ പുറത്താക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ആ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാണ്. തകരത്തില്ല, തകരുകയില്ല, നശിക്കുകയില്ല. അവൻ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൈകളിൽ തന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരർത്ഥവും ഭവിക്കുകയില്ല, ഒരു ദോഷവും ഉണ്ടാകില്ല. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവപ്പ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവരുടെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നുവെന്നും ഇവരുടെ പ്രാർത്ഥനകളെ ഇവരുടെ നെടുവീർപ്പുകളെ അങ്ങ് അറിയുന്നുവെന്നും അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി ക്ഷണിക്കേണ്ടതിനിടയിൽ പ്രാർത്ഥിക്കുകയാണ്. വലിയ സാക്ഷ്യങ്ങൾ ഇവരെ ഉറപ്പിക്കണം. എന്നെ ഇതൊക്കെ മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ വിടുതൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും എനിക്ക് താങ്ങായി തണലില്ല, എനിക്കൊരു കൂട്ടില്ല, എന്നെ വാക്ക് കേൾക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഇതിന്റെ പരാജയമാണെന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകാമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞുവെന്ന സാക്ഷ്യങ്ങൾ കേൾക്കുക. ചില മർമ്മങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്റെ ചില പ്രശ്നങ്ങൾക്ക് ഹല്ലേലൂയ ഇന്ന ദിവസം മുതൽ മറുപടി ഉണ്ടായെന്ന് പറയുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം വരെ പൂർണ്ണമേ എന്ന് പ്രാർത്ഥിക്കുക. സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും സകലരെ നിറയ്ക്കണം. കൃപയാൽ ബലപ്പെടുത്തുന്നതിനെ തമ്പുരാന്റെ അധികമായിട്ടുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
ചർച്ചിന്റെ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കർത്തൃ നാമത്തെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. താഴ്ചയല്ല, ഉയർച്ച തന്നെ സംഭവിക്കട്ടെ.